നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്കാണ് 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന നിലമ്പൂർ മണ്ഡലത്തിലാകെ 263 ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 7 മേഖലകളിലായി 11 പ്രശ്നബാധിത ബൂത്തുകൾ മണ്ഡലത്തിലുണ്ട്. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ശക്തമായ വിന്യാസവും ഒരുക്കിക്കഴിഞ്ഞു. ദീപക് ധർമ്മടം ചേരുന്നു നിലമ്പൂരിൽ നിന്ന്. ദീപക്, പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി, ബൂത്തുകളൊക്കെ സജ്ജമായി കഴിഞ്ഞു. സുരക്ഷാ ഒരുക്കങ്ങൾ എങ്ങനെ? ഗോകുൽ, നിലമ്പൂരിൽ കനത്ത മഴയാണ്. നമുക്കിപ്പോൾ കാണാം, കനത്ത മഴ, അതിശക്തമായി മഴ പെയ്യുകയാണ്. അതിനിടയിലാണ് നിലമ്പൂരിൽ ജനവിധിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ അവസാനവട്ട പണി ഇലക്ഷൻ ഉദ്യോഗസ്ഥർ, ജനവിധിയുടെ നടത്തിപ്പുകാർ എന്നുള്ള നിലയിൽ ഇലക്ഷൻ ഉദ്യോഗസ്ഥർ നടത്തുന്നത്. നമുക്ക് കാണാം, പോളിംഗ് ഏജന്റുമാരെ ഇവിടെ കാണാം. ഇപ്പോൾ ഞാനുള്ളത് 180 ബൂത്തിലാണ്. 180 ബൂത്തിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പോളിംഗ് ഒരുക്കങ്ങൾ വളരെ തകൃതിയായി നടത്തുകയാണ്. എല്ലാ ഒരുക്കങ്ങളും ആയോ? എന്താ അവസ്ഥ? ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാളെ ഇപ്പം നമ്മൾ രാവിലെ 5:45 മോക്ക് പോൾ 30 മോക്ക് പോൾ ആരംഭിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ജനവിധിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ എത്ര വോട്ടർമാർ ഈ ബൂത്തിൽ പോൾ ചെയ്യണം? 1080. ഇത് ഞാൻ ഉള്ളത് മോഡൽ സ്കൂളിലെ ബൂത്തിലാണ്. 180 ഈ കെട്ടിടത്തിൽ തന്നെ 5 ബൂത്തുകളുണ്ട്. ഇതാ നമുക്ക് കാണാം, ഇതാ ഇവിടെയാണ് ഈ രഹസ്യമായി വോട്ട് രേഖപ്പെടുത്താനുള്ള വോട്ടിംഗ് കൗണ്ടർ. ഇതിനു വേണ്ടിയുള്ള ജനാധിപത്യത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ നടത്തേണ്ട യന്ത്രങ്ങൾ ഇവിടെ തയ്യാറാണ്. എല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മെഷീനുകൾ എല്ലാം, വോട്ടിംഗ് മെഷീനുകൾ, അതുപോലെ കീപാഡ് എല്ലാം, ബാലറ്റ് പാഡ് എല്ലാം എത്തിയിരിക്കുന്നു. ഏതായാലും നിലമ്പൂർ ജനവിധി നാളെ തുടങ്ങുന്നു രാവിലെ മുതൽ. അതിനുവേണ്ടി വിപുലമായ സന്നാഹം 24 ഒരുക്കിയിരിക്കുകയാണ്. അപ്പോഴുള്ള വിവരങ്ങൾ പ്രേക്ഷകരെ ഞങ്ങൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. കേരളം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. കനത്ത മഴയിലും ചോരാത്ത ആവേശം നമ്മൾ കൊട്ടിക്കലാശത്തിൽ കണ്ടതാണ്. അത് ബൂത്തുകളിലും നാളെ പോളിംഗിലും പ്രതിഫലിക്കും എന്ന പ്രതീക്ഷയിലാണ് മുന്നണികൾ. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. നിലമ്പൂരിൽ നിന്ന് ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിയത്.